Hi everyone, welcome back to my channel. എൻ്റെ പേര് ആര്യ. ഞാൻ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നയാസിനമൈഡിനെ കുറിച്ചാണ്. നയാസിനമൈഡ് ഇപ്പം എല്ലാവരും അവരുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എല്ലാവരും പറയാറുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് നമ്മളുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്കിൻ കൺസേൺസ് ഒക്കെ റെഡ്യൂസ് ആവുമെന്ന്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ഇത് നമ്മളുടെ മോസ്റ്റ് ഓഫ് ദി സ്കിൻ കൺസേൺസിനെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ഇത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് കറക്റ്റ് ആണോ? എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇത് നമ്മൾക്ക് തരുന്നത്, ഇതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നും ആരൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് റൈറ്റ് എമൗണ്ടിൽ ഇത് നമ്മളുടെ സ്കിൻ കെയറിൽ ലെയർ ചെയ്യേണ്ടതെന്നും എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നയാസിനമൈഡ് എന്ന് പറയുന്നത് ഇത് വിറ്റമിൻ B3യുടെ ഒരു ഫോം ആണ്. വിറ്റമിൻ B3യെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ബോഡിയിലെ ഫാറ്റ്സ് ആൻഡ് ഷുഗർ ലെവലിനെ ഫങ്ഷൻ ചെയ്യാനായിട്ടും നമ്മളുടെ ബോഡിയിലെ സെൽസിനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ആണ് വിറ്റമിൻ B3 ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നയാസിനമൈഡ് നമ്മളുടെ സ്കിന്നിന് ഒരു ജെന്റിലായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എസ്പെഷ്യലി ബിഗിനേഴ്സിനും ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്കും ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ഇത് നല്ല ചോയ്സ് ആണ്. നമ്മളുടെ സ്കിൻ ബാരിയറിനെ സ്ട്രോങ് ആക്കാനായിട്ടും ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ടും ഓവറോൾ നമ്മളുടെ സ്കിൻ ടെക്സ്ചറിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുമാണ് നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യുന്നത്. നയാസിനമൈഡ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ സ്കിന്നിലെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും, ആക്നി ബ്രേക്ക്ഔട്ട്സിനെ റെഡ്യൂസ് ചെയ്യും, ഓവറോൾ സ്കിൻ ടെക്സ്ചറിനെ ഇംപ്രൂവ് ചെയ്യും, നമ്മളുടെ സ്കിൻ ബാരിയറിനെ റെഡ്യൂസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യും, ഓപ്പൺ പോർസ് എൻലാർജ്ഡ് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയും റെഡ്യൂസ് ചെയ്യും. പിന്നെ നമ്മളുടെ ഡൾനെസ്സിനെ കുറച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഗ്ലോയും ഇത് പ്രൊവൈഡ് ചെയ്യും. ഓൾസോ നമ്മളുടെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിനെ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ 2% to 5% വരെയുള്ള നയാസിനമൈഡ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഓൾറെഡി നയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ അത് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ 5% to 10% വരെയുള്ള നയാസിനമൈഡ് നിങ്ങൾക്ക് ഓക്കെ ആണ്. നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ 10% മേളിലേക്കുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മളുടെ സ്കിൻ ബാരിയറിനെ ഡാമേജ് ചെയ്യാനായിട്ടും പിന്നെ നല്ല റെഡ്നെസ്സും ഇറിറ്റേഷനും ഒക്കെ വരും. പിന്നെ ഇത് ഹൈ പെർസെൻറ്റേജിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. ഇൻസ്റ്റഡ് നമ്മളുടെ സ്കിൻ കുറച്ചും കൂടെ ഡാമേജ് ആകും. അപ്പം ലോ കോൺസെൻട്രേഷനിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്ലോ ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. എല്ലാവരും പറയുന്നത് പോലെ നയാസിനമൈഡ് എല്ലാവർക്കും പെർഫെക്റ്റ് ആയ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. നിങ്ങൾക്ക് നല്ല സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഓൾറെഡി ഡാമേജ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഡ്നെസ്, സ്കിൻ ബേണിങ്, ഇറിറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് വൺ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സിന്, സെക്കൻഡ് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആൻഡ് തേർഡ് ആക്നി പ്രോൺ സ്കിൻ. നയാസിനമൈഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹൈ പെർസെൻറ്റേജ് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ടു മെനി ആക്റ്റീവ്സ് നമ്മൾ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി നയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ആക്റ്റീവ്സ് ഒന്നും മിക്സ് ചെയ്യാതെ യൂസ് ചെയ്യാതിരിക്കുക. തേർഡ് വൺ ഓൾറെഡി സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഫോർത്ത് വൺ ഹൈ എക്സ്പെക്റ്റേഷൻ. നമ്മൾ ഈ സിറം യൂസ് ചെയ്തിട്ട് ഓവർനൈറ്റ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള ഹൈ എക്സ്പെക്റ്റേഷൻ ചെയ്യാതിരിക്കുക. നമ്മൾ ഏതൊരു സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും 2 to 3 വീക്സ് എങ്കിലും എടുക്കും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് 2 to 3 വീക്സ് ഒക്കെ കഴിയുമ്പോഴേ നമ്മളുടെ സ്കിന്നിൽ ചെറുതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി ലെവലാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നിങ്ങൾ നല്ലൊരു മൈൽഡ് ആൻഡ് ജെന്റിൽ ക്ലെൻസർ വെച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസിലെ ഡേർട്ട്, ഓയിൽ എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഹാർഷ് ക്ലെൻസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക.
പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ടോണർ ആണ്. അപ്പോൾ ടോണർ ഇവിടെ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ ടോണർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഡാം സ്കിന്നിൽ നിങ്ങൾ സിറം അപ്ലൈ ചെയ്യുക. 2 to 3 ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഓയിൽ വരുന്ന ഭാഗം ലൈക്ക് ടീ സോൺ ഏരിയയിലായിരിക്കുമല്ലോ നമുക്ക് നന്നായിട്ട് ഓയിൽ വരുന്നത്. പിന്നെ നമ്മൾക്ക് പോർസ് ഒക്കെ ഉള്ള ഏരിയാസിൽ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എല്ലാ സ്റ്റെപ്സിൻ്റെ ഇടയ്ക്കും നിങ്ങൾ 1 to 2 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. നയസിനമൈഡ് ഒരു എക്സലൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്, പക്ഷെ കറക്റ്റ് വേയിലും കറക്റ്റ് പെർസെൻറ്റേജിലും യൂസ് ചെയ്താൽ മാത്രം. സിമ്പിൾ സ്കിൻ കെയർ, കൺസിസ്റ്റൻറ്റ് റുട്ടീൻ ആൻഡ് സൺസ്ക്രീൻ, ഇതാണ് ഹെൽത്തി സ്കിന്നിൻ്റെ സീക്രട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.